ഉമർ എന്നവർ അധികാരം ഏറ്റെടുത്തത് ഈ ഉമ്മത്തിന് റഹ്മത്തായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവൻ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ ശത്രുവിന്റെ കൈകളാൽ കുത്തേറ്റ് ഷഹീദാകുമ്പോൾ നമ്മൾ അറിയണേ, ലോകത്ത് സമാധാനമാണ് ആ കഫംപുടയിൽ കൊണ്ടുപോയത്. കുഫിനത്ത് സആദത്തുൽ ഇസ്ലാമി ഫീ അക്ഫാനി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഫംപുടയിൽ ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ സന്തോഷവുമാണ് ആ കഫംപുടയിലൂടെ ഖബറിലേക്ക് പോയത് എന്ന് പറഞ്ഞത് മഹാനായ മാലികി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ അല്ലാമ ഇബ്നുൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അല്ലാമ ഇബ്നുൽ ഹദ്ദാദ് എന്നവർ പറയാൻ, കുഫിനത്ത് സആദത്തുൽ ഇസ്ലാം ഫീ അക്ഫാനി ഉമർ. ഉമർ എന്നവരുടെ കഫംപുടയിൽ ഇസ്ലാമിന്റെ സന്തോഷമാണ് ആ കഫംപുടയിൽ പൊതിയപ്പെട്ട് കൊണ്ടുപോയത്. ഇസ്ലാമിന്റെ സന്തോഷമാണത്. ഹുദൈഫ അസമ്മാനി റസൂലുള്ളാഹി മിനൽ മുനാഫിഖീൻ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനും ഒരുപാട് രഹസ്യ വിവരങ്ങളുടെ ഹദീസുകൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സാഹിബു സിദ്ദി റസൂലില്ലാഹ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ എന്നവർ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല മുനാഫിക്കുകളുടെ പേര് വിവരം കൊടുത്തപ്പോൾ കപടവിശ്വാസികളുടെ പേരും അഡ്രസ്സും അവരുടെ വാപ്പയുടെ പേരും തറവാടിന്റെ പേരും അല്ലാഹുവിന്റെ റസൂലിന് വഹയായി വന്നപ്പോ ഉമർ എന്നവർ ഓടി വന്ന് ചോദിച്ചിട്ടുണ്ട്, ഹുദൈഫ, ആ കപടവിശ്വാസികളിൽ എവിടെയെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കാണാനുണ്ടോ? ആ കൂട്ടത്തിൽ ഉമറുണ്ടോ? എന്റെ പേരുണ്ടോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമറേ, ഇല്ല ഉമറേ, ഇല്ല, നിങ്ങളതിൽ പെട്ടവരല്ല എന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ധൈര്യം തോന്നുന്ന പോലെ വലാ ഉസക്കി ബഅദക അഹദാ, നിങ്ങൾക്ക് ശേഷം ഒരാളോടും ഞാനത് പറയാൻ പോകുന്നുമില്ല എന്ന് മറുപടി കൊടുത്ത ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിപരമായ ജീവിതം, അധികാരത്തിലേക്ക് വന്നപ്പോഴുള്ള ജീവിതം, ഉമ്മത്തിനോടുള്ള ഇടപെടൽ, ഈ സമുദായത്തോടുള്ള കരുണ എല്ലാം മുസ്ലിം ഉമ്മത്ത് ദാഹിക്കുകയാണ്. ഇനി രണ്ടാമതൊരു ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പുനർജനിക്കുമോ? ലോകത്തിന് നീതിയുടെ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ, മനുഷ്യരെ മനുഷ്യരായി കാണാൻ, ജീവജാലങ്ങൾക്ക്, ജന്തുജാലങ്ങൾക്ക്, പ്രകൃതിക്ക്, അള്ളാഹുവിന്റെ ഈ ഭൂമിക്ക് എല്ലാം അവകാശപ്പെട്ടത് പ്രകൃതിക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അർഹമായി നീതി കൊടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധിച്ച പോലെ ഇനി ആർക്കാണത് സാധിക്കുന്നത്? ആരാണത് ചെയ്യാൻ പോകുന്നത്? ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിൽ അകപ്പെട്ട ഒരു ഉമ്മയുടെ മുമ്പിലേക്ക് ഫാറൂഖ് റളിയല്ലാഹു അൻഹു എത്തിപ്പെടുമ്പോ ആ ഉമ്മ ഉമർ എന്നവരെ പഴിക്കുകയാണ്, എന്തൊക്കെയോ ശപിച്ചു പറയുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന രംഗമാണത്. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണ് ഉമർ എന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ചോദിച്ചത് ഉമർ തങ്ങളാ, പക്ഷെ ആ ഉമ്മാക്കറിയില്ല ചോദിക്കുന്ന ആള് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന്. എന്താണ് ഉമ്മ നിങ്ങൾക്ക് അഭിപ്രായം? അഭിപ്രായ വോട്ടെടുപ്പ് നടത്തണം. അഭിപ്രായ വോട്ടെടുപ്പ് ഉമർ തങ്ങളാണത് ലോകത്ത് ആരംഭിച്ചത്. മഹാനായ ഫാറൂഖ് എന്നവരത് ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, റജഅ സാലിമൻ വഗാനിമാ, ഷാമിൽ പോയിട്ട് കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയായിരുന്നു അത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി ചെന്ന ഇടം, ആ യാത്രയെക്കുറിച്ച് ആ ഉമ്മ പറയുന്നത്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഉമർ എന്നവര് വന്നോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഉമ്മ പറഞ്ഞു, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, ഉമറിനൊരു ഗുണവും പിടിക്കാതിരിക്കട്ടെ. അത് ഇഷ്ടമില്ലാത്തപ്പോ പറയുന്ന വാക്കാണ്. ഉമർ എന്നവർ ചോദിച്ചു, അല്ല ഉമ്മ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? മോനെ, ഉമർ അധികാരത്തിലേറിയത് മുതൽ എനിക്ക് 5 പൈസ ഉമർ എന്നവരുടെ ഭരണത്തിൽ കിട്ടിയിട്ടില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, ഉമ്മ വമാ യദ്രി ഉമർ,
നിങ്ങൾ ഈ മലയോരത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഇവിടെ താമസിക്കുന്നത് ഉമർ എന്നവർക്ക് എങ്ങനെ അറിയാനാണ് ഉമ്മ? ആ ഉമ്മ ഉമറിനെ നിങ്ങൾ ശപിക്കരുത്. നിങ്ങൾ ഇവിടെ പാർക്കുന്ന ഉമർ എന്നവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. ആ ഉമ്മ നൽകിയൊരു മറുപടിയുണ്ട്. ആ സമുദായത്തിന്റെ അവബോധമാണ് അറിയിക്കുന്നത്. വഅജബാ, അത്ഭുതമേ അത്ഭുതമേ അത്ഭുതമേ, യഹ്കുമുനാ വലാ യദ്രി ബൈന ലാബതൈഹാ, ഞങ്ങളുടെ ഭരണാധികാരി, ഞങ്ങളെ ഭരിക്കുന്ന ആള്, ആ ഭരണാധികാരിയുടെ മശ്രിഖ് മഗ്രിബിനിടയിലുള്ള ആ അധികാരിയുടെ അധികാര പരിധിയിലുള്ള വീടുകള് ഉമറിന് അറിയില്ലെന്നോ? പിന്നെ എന്തിനാ ഉമർ അധികാരം നടത്തുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു ഉമ്മയുടെ വീട് ആ ഉമർ എന്നവർക്ക് അറിയുമോ ഉമ്മ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ആ പെണ്ണിന്റെ മറുപടി വന്നത്, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാതിരിക്കുകയോ? പിന്നെ എന്ത് ഭരണാധികാരിയാണിത്? ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പകരം ഉമർ എന്നവരോട് നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ വേദനയും വെറുപ്പും, ഉമ്മ, അതിനു പകരമായി 25 ദീനാർ സ്വർണ്ണ നാണയം തന്നാൽ നിങ്ങൾ ഉമർ എന്നവർക്ക് പുറത്തു കൊടുക്കുമോ? ഇത് ചോദിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണെന്ന് ആ ഉമ്മാക്കറിയൂല. 5 വർഷത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആ ഉമ്മാക്ക് ഒന്നും ലഭിക്കാതെ പോയതിന് പകരം തന്നാൽ നിങ്ങൾ പുറത്തു കൊടുക്കുമോ? ഞാൻ പുറത്തു കൊടുക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന് പകരമായിട്ട് ഉമ്മ ഈ 25 സ്വർണ്ണ നാണയം നിങ്ങൾ വാങ്ങിച്ചേക്കുക. ഉമർ എന്നവരോട് നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയരുത് കേട്ടോ ഉമ്മ. ആ വാക്കങ്ങ് പറഞ്ഞു തീരുമ്പോഴാണ് കടന്നു വരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് എന്നവരെ ഉമർ തങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാണ്. ഇബ്നു മസ്ഊദ് എന്നവരെ പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഉമ്മങ്ങ് ഞെട്ടിപ്പോയി. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഒരാൾക്ക് മാത്രമാണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്ക് അവരാണല്ലോ ഭരണാധികാരി. ഉമ്മ തലയിൽ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ വൈലതാ, എന്റെ നാശമേ, ശതംതു അമീറുൽ മുഅ്മിനീന ഫീ വജ്ഹിഹി, ഉമർ എന്നവരെ മുഖത്ത് നോക്കി ഞാൻ ശപിച്ചു കളഞ്ഞല്ലോ, ഉമർ എന്നവരെ ഞാൻ ചീത്ത പറഞ്ഞല്ലോ മുഖത്ത് നോക്കിയിട്ട്. ഉമർ എന്നവരായിരുന്നു എന്റെ മുൻപിലുണ്ടായിരുന്നത് എന്നറിയാതെ ഞാൻ കുറ്റം പറഞ്ഞു പോയല്ലോ. ഉമർ എന്നവരുടെ മറുപടി വരുന്നു, ഉമ്മ പേടിക്കണ്ട, ഉമ്മ പേടിക്കണ്ട, ഭയപ്പെടണ്ട ഉമ്മ, ഭയപ്പെടണ്ട. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ഉമർ നിങ്ങൾക്കൊന്നും തന്നില്ല എന്ന് എന്റെ റബ്ബിനോട് പരാതി പറയരുതേ. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ മകൻ അവിടെ സാക്ഷിയാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ്, ഒരു കടലാസിന്റെ കഷ്ണം കൊണ്ടുവരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ സാലഹ അലൈഹി ഉമർ. ഇത് ഉമർ റളിയല്ലാഹു അൻഹു, ഇന്നാലിന്ന ഫുലാന ബിൻത് ഫുലാൻ, ഇന്നാലിന്നവരുടെ മകൾ, ഇന്നാലിന്ന ഉമ്മാക്ക് ഉമർ റളിയല്ലാഹു അൻഹു സെറ്റിൽമെന്റ് നൽകിയതിന്റെ സാക്ഷിത്വമാണിത്. എന്താണ് സാക്ഷിത്വം? ഉമർ എന്നവർ അധികാരം ഏറ്റെടുത്തത് മുതൽ ഒന്നും നൽകാൻ കഴിയാത്തതിന് 25 സ്വർണ്ണ നാണയം ഈ ഉമ്മാക്ക് ഉമർ എന്നവർ നഷ്ടപരിഹാരം നൽകുന്നു. ഒരു കണ്ടീഷനുണ്ട്, ഇനി ഒരിക്കലും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഒരിക്കലും ഈ വിഷയം പറഞ്ഞ് ഉമർ എന്നവരെ പ്രതിക്കൂട്ടിൽ ചേർക്കാൻ പാടുള്ളതല്ല. ഷഹിദഹാ ഉമറുൻ വബ്നു മസ്ഊദ്, ഇതിന് ഉമർ സാക്ഷിയാണ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സാക്ഷിയാണ്, വഇബ്നി അബ്ദുല്ലാഹ്, എന്റെ മകൻ അബ്ദുള്ള സാക്ഷിയാണെന്ന് പറഞ്ഞ് ആ കടലാസിന്റെ കഷ്ണം മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഉമർ ലോകത്തോട് വിട പറയുമ്പോൾ ഈ കടലാസിന്റെ കഷ്ണം, ഈ തോൽ കഷ്ണം മോനെ മറന്നു പോവരുത്. ഉമറിന്റെ ജനാസ കഫംപുടയിലാക്കി കൊണ്ടുപോകുമ്പോൾ ആ കഫംപുടയിൽ ഈ കടലാസിന്റെ കഷ്ണം വെക്കാൻ മറക്കരുതേ. ഇതെന്റെ കൂടെ ഖബറിലേക്ക് വരാനുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ ഉമർ കുറ്റക്കാരനല്ല എന്ന് ബോധിപ്പിക്കാനുള്ള ഉമറിന്റെ ഹുജ്ജത്താണ് മോനെ, ഉമറിന്റെ തെളിവാണ്. ഇതാണ് ലോകം കണ്ട മറക്കാൻ കഴിയാത്ത ചരിത്രത്തിലെ പുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.